സോ ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ എക്സ്പീരിയൻസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വീട്ടിൻ്റെ ലോഫ്റ്റിൻ്റെ തൊട്ടിപ്പുറത്ത് നിന്ന് തന്നെയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ആൻഡ് ഇന്നത്തെ വീഡിയോ ബേസിക്കലി നമ്മുടെ മറ്റേ ദിനേശ് ചേട്ടൻ്റെ അനന്തം പെറ്റ്സിലെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഇന്നത്തെ ഇതിൽ നമ്മൾ പ്രാവുകളെല്ലാം കൂടുതലായിട്ട് കാണിക്കണം. ബേസിക്കലി എക്സോട്ടിക് പെറ്റ്സ് അതുപോലെ അങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് കാണിക്കേണ്ടത്. അതുപോലെ പറക്കണം തന്നെ, ഐ മീൻ ഷുഗർ ഗ്ലൈഡർ, നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സ് സെബിൻ സിരിയാക്ക്, ആ ചേട്ടൻ്റെ നമ്മുടെ സെബിൻ ചേട്ടൻ്റെ ചാനലുള്ള പോലത്തെ ആളുടെ വീട്ടിൽ വളർത്തണ പോലത്തെ ഷുഗർ ഗ്ലൈഡർ, അതുപോലെ കംബോഡിയൻ സ്ക്വീൽ, അങ്ങനെ കുറേ സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ മെയിനായിട്ട് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അധികം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാത്തവരൊക്കെ സബ് ചെയ്യുക. പിന്നെന്താ പറയുക, നിങ്ങളുടെ ഡൗട്ടുകൾ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റില്ല. സോ എല്ലാവരും ഒന്ന് മാക്സിമം ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ നോക്കാം. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്ത് ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കാൻ നോക്കാം. ഇൻസ്റ്റാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് നമ്മുടെ ദിനേശ് ചേട്ടൻ്റെ ചാനലിൽ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ബൈ ബൈ. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോകളിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവത്തിന് കാണുന്നത്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇഗ്വാനയാണ് ഗൈസ് ഈ സംഭവം. ഞാനും ആദ്യമായിട്ടാണ് ഇതിനെ നേരിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് പെറ്റ് ഷോ അങ്ങനത്തെ സംഭവങ്ങൾക്ക് കൂട്ടിലിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഇത്രയും അടുത്തായിട്ട് കാണുന്നതും അല്ലെങ്കിൽ തൊടണതും ഇപ്പോൾ ആദ്യമായിട്ടാണ്. സോ ഇതിൻ്റെ ഫീമെയിലാണല്ലേ? ഫീമെയിൽ, അപ്പുറത്തുള്ള മെയില്. ഓക്കെ, മെയില്. ഇവർ ബ്രീഡിംഗ് പെയറാണല്ലേ? ബ്രീഡിംഗ് പെയർ എന്ന് വെച്ചാൽ ഇപ്പൊ 1.5 വർഷമായിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ 2.5 വർഷം കഴിയണം അങ്ങനെ ബ്രീഡ് ആവാനല്ലേ? ഓ, അത്രയും ടൈം എടുക്കൂലോ? ടൈമിടൊക്കെ ആയിട്ട് നമ്മളോട് ഇണങ്ങാനും നല്ല ഇതായിട്ട് നിൽക്കും. ഇണക്കുള്ള സംഭവമാണല്ലേ? ഓ, നൈസ് 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 ആയിട്ട് ഉപയോഗിക്കും. അപ്പൊ നമ്മുടെ എക്സ്ക്ലൂസീവ്ലി എക്സോട്ടിക് പെറ്റ്സിൽ പെടുന്ന ഒരു സംഭവമാണ്. വളരെ ഇണങ്ങിയിട്ടുള്ള. ഇത് നമുക്ക് തൊടാൻ പറ്റുമോ? ആ, ഇത് നമ്മള് നൈസ്. ഇതൊരു ഏകദേശം ഒരു 5.5-6 അടി ഇത് വരും. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവത്തിനെ തൊടണത്. സോ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. നമുക്ക് ഇതിന് ചേട്ടാ വളരെയധികം താങ്ക്സ് ഉണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവത്തിന് നമുക്ക് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പറ്റിയതിനും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കാണാൻ പറ്റിയതിനും. സോ ഇഗ്വാന മെയിലിന് കളർ എന്തെങ്കിലും പ്രത്യേകത പറയോ? ഇല്ല, അത് ഫ്ലോറസന്റ് കളറാണ്. ഫ്ലോറസന്റ് കളറാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇത് യെല്ലോ കളറാണ്. ഇതിപ്പോ പൊളിഞ്ഞൊക്കെ പോയി കഴിയുമ്പോ ഈ കളർ ഒരു അടിയിൽ കണ്ട. ഓ, അങ്ങനെ വരൂല്ലേ? കാണിച്ചു തരാൻ വേണ്ടി വെളിച്ചത്തേക്ക് കൊണ്ടുപോകാൻ എന്തായാലും. ഇത് വെയിൽ കൊള്ളുന്തോറും ഇത് കളറ് കൂടി കൂടി വരും. ഈ കളറിലേക്ക് വരും. ഓ, അടിയിലത്തെ കളറിലേക്ക് വരുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഒന്നങ്ങനെ പിടിച്ചാ ഫോക്കസ് ആണല്ലോ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഇഗ്വാന. ഇത് ഫീമെയിൽ ആണല്ലേ? ഫീമെയിലിന് മെയിലിനെ അപേക്ഷിച്ച കഴുത്തിന്റെ അടിയിലത്തെ ഒരു ഇത് കുറവായിരിക്കും. ഇത് കുറച്ച് കുറവുണ്ടായിരിക്കും. ഓക്കെ ഓക്കെ. ഇപ്പോഴാണ് ഒന്ന് ഫോക്കസ് ആയി സെറ്റ് ചെയ്താൽ. ഓക്കെ, അപ്പം എന്തായാലും അതിനുള്ളിൽ വെച്ചോളൂ, അധികം ശല്യപ്പെടുത്തണ്ട. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ ഇതിലൊരു സെക്ഷൻ വരുന്നത് മൊത്തം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദിനേശ് ചേട്ടൻ്റെ എക്സോട്ടിക് ബേർഡ്സ് സംഭവങ്ങളാണ്. നമ്മളെ ഇണക്കി വളർത്താനും നമ്മളോട് കൂടുതലായിട്ട് അറ്റാച്ച്മെന്റ് ഉള്ള ബേർഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണ്. അതാണ് പറഞ്ഞത്? ഇത് ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് ടൈംഡ് ആണ് ബേർഡ്. സോ ദിനേശ് ചേട്ടൻ ഇതിനൊന്ന് നമുക്ക് വേണ്ടി പുറത്തേക്ക് ഇറക്കി കാണിച്ചു തരും. സോ ദിനേശ് ചേട്ടാ, ഓക്കെ, അപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി കാണിച്ചു തരും സംഭവത്തിന്. നമ്മളായിട്ട് നല്ല ഇണക്കുള്ള ബേർഡാണ്. ഇപ്പോൾ കണ്ടാൽ തന്നെ അറിയാം. ഓക്കെ, നമ്മുടെ ഇത് കൊന്യൂറാണോ? സൺകൊന്യൂർ. ഓക്കെ, ഹലോ ഹലോ ഹലോ
നല്ല ഇണക്കുള്ള ബേർഡ്സ് ആണ് എല്ലാവരും. കണ്ടാൽ തന്നെ അറിയാം ഇത്രയും ഇണക്കുള്ള ബേർഡ്സ് ആണ് ഇവരെല്ലാവരും. ഓ നൈസ്. സൗണ്ട് മാത്രമേ ഒരു പ്രശ്നം ഉണ്ടാവുള്ളൂ, സൗണ്ടിന്റെ മാത്രം ചെറിയ പ്രശ്നം ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഓരോരുത്തരായിട്ട് കാണാം. ഓക്കെ, അപ്പൊ ഒരു ലോഡ് കൊഞ്ഞൂറുണ്ടല്ലോ അവിടെ. സൺകൊഞ്ഞൂറ്. ഓക്കെ, കുട്ടികളുണ്ടോ കൊടുക്കാൻ? ഇതിപ്പോ നമ്മുടെ ബ്രീഡിംഗ് പെയർ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ ടൈംഡ് ആയിരുന്നു, പക്ഷെ ടൈംഡ് ആയി. എന്നാലും നമ്മളോട് ഭയങ്കരമായിട്ടാണ്. കുട്ടികൾ നമ്മുടെ ഉണ്ട്. നല്ല നല്ല ഇണക്കുള്ള ബേർഡ്സ് ആട്ടോ ഇവിടെ ഉള്ള ഒരുവിധം എല്ലാ ബേർഡുകളും കുട്ടികളായിട്ടുള്ളതാണ്. ഇത് സൺകൊഞ്ഞൂറിന്റെ കുട്ടികളാണ്. എല്ലാം കൊടുക്കാനുള്ളതാണല്ലേ? എന്ത് റേറ്റാ വരണേ? 9,000 രൂപയാണ് കുട്ടികളെ കൊടുക്കണത്. ഓക്കെ, നമുക്ക് അടുത്ത പേരണ കാണാം. അപ്പൊ ഗൈസ്, ഈ കാണുന്നത് നമ്മുടെ മെക്കാവോ ആണ്. മെക്കാവോ അല്ലേ? മെക്കാവോ ആണ്. ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോ. ഓക്കെ, ബ്ലൂ ആൻഡ് ഗോൾഡ് മെക്കാവോ ആണ്. അപ്പൊ ഇതിനെ ദിനേശേട്ടൻ നമുക്ക് വേണ്ടി പുറത്തേക്ക് എടുക്കും. നല്ല ടൈംഡ് ആയിട്ടുള്ള സംസാരിക്കണ ബേർഡാണ്. സോ എന്തായാലും നിങ്ങൾ അതിനെ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഓക്കേ, ഈ ഇതിന്റെ ഉള്ളിൽ ഒരു സൈലൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. എന്തായാലും നിങ്ങൾ നോക്ക. നല്ലൊരു ബേർഡാണ് ഈ മെക്കാവോ എന്ന് പറയുന്നത്. ഇത് സംസാരിക്കൂല ദിനേശേട്ടാ? ഓ നൈസ് നൈസ് നൈസ്. ഇതൊന്നും സംസാരിക്കാൻ ഇപ്പൊ എന്താ ചെയ്യാ? സ്തോത്രമൊക്കെ തരും നമുക്ക്. സ്തോത്രമൊക്കെ തരുമല്ലോ. ഓ നൈസ് നൈസ്. സ്തോത്രം തന്നെ, സ്തോത്രം തന്നെ, സ്തോത്രം തന്നെ. നിന്നോ സ്തോത്രം. സ്തോത്രം എന്താ? സ്തോത്രം എന്താടാ? സ്തോത്രം തന്നെ. ബാ കേറ്. സ്തോത്രം തന്നെ. ഹലോ പറയാ. ഹലോ ഹലോ. സ്തോത്രം പറഞ്ഞേ. ഹലോ നിന്നോ സ്തോത്രം പറയും. അതിനുള്ളൊരു മൂഡിലല്ലാന്നുണ്ട്. ഇന്നിപ്പോ എല്ലാരും നിക്കണോണ്ടാ, ആൾക്കാരുള്ളതുകൊണ്ടാണ് പുള്ളി തന്നെ. ഞാൻ വന്നപ്പോ ഫസ്റ്റ് എനിക്കൊരു ഹലോ തന്ത് പുള്ളിയാണ്. ഹലോ ഫസ്റ്റ് ഒരു ഹലോ തന്ത് പുള്ളിയാണ്. സോ ചേട്ടാന്ന് വിളിക്കുന്നുണ്ടാരോ. അത്രയും നല്ല ടൈംഡ് ആയിട്ടുള്ള നമ്മളായിട്ട് ഇണങ്ങിയിട്ടുള്ള ബേർഡ്സ് ആണ്. സോ ഇനിയിപ്പോ വേറെന്താണ്? എക്കലറ്റ്സ് ആണ് സംഭവം. പിന്നെ കളറ് ഇത് ചോപ്പും പിന്നെ ഒരു പെയർ അപ്പുറത്തതിന്റെ ഗ്രീനും ഉണ്ട്. നമ്മൾ എന്തായാലും അപ്പുറത്ത് നില വിളിച്ചിട്ട് കാണിക്കാം. ഹലോ ഉണ്ടല്ലേ? ഓക്കെ, ഹലോ. നമുക്ക് ഗ്രേ പാരറ്റിന്റെ പെയർ. ഓക്കെ ഗൈസ്, അപ്പോ നമ്മുടെ സെബിൻ സിറിയാക്കിന്റെ നമ്മുടെ ഫിഷിംഗ് ഫ്രീക്സിന്റെ വീഡിയോ ആണ് ഒരു ഇത് എല്ലാവർക്കും അറിയണം. ഷുഗർ ഗ്ലൈഡർ ആണ് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഷുഗർ ഗ്ലൈഡറിനെ. ഇതിപ്പോ ടൈംഡ് ആയിട്ടില്ല, പക്ഷെ ഭയങ്കര ഒരു എന്താ പറയാ കൗതുകം തോന്നണ ഒരു ഇതാണ് കേട്ടോ. ഭയങ്കര കൗതുകം തോന്നുന്ന ഒരു സംഭവമാണ്. അണ്ണാണ്ട് ജനിസിൽപ്പെട്ട സംഭവമാണല്ലേ? ഓക്കെ, ഷുഗർ ഗ്ലൈഡർ ഭയങ്കര രസം. പെയറാണോ അവര്? പെയറാണോ? ഓക്കെ, അങ്ങനെ അല്ലേ? ഓക്കെ, പറക്കണ അണ്ണാന്റെ ടൈപ്പ്. ഓക്കെ, ഷുഗർ ഗ്ലൈഡർ എന്നാണ് ഇവരെ പറയാ. ഭയങ്കര നിങ്ങളിപ്പോ എന്താ പറയാ ഫിഷിംഗ് ഫ്രീക്സിന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, അത്യാവശ്യം നല്ല വില ഉള്ള ഒരു ഇതാണ്. ഇതിന് ഏകദേശം എന്ത് റേറ്റ് വരുന്നുണ്ട്? 25 രൂപ 30 രൂപ റേഞ്ച് വരുന്ന സംഭവമാണ്. സോ ടൈംഡ് ആയിട്ടില്ല, അതാണ് ഇങ്ങനെ ഓടി നടക്കണത്. ഭയങ്കര കൗതുകമാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് സംഭവത്തിന്. സോ നമുക്ക് നേരെ അടുത്ത ആളെ കാണാം. ഓക്കെ, അപ്പൊ ഇതേതാണ് ദിനേശേട്ട സംഭവം? ക്രിംസൺ കൊണിയൂർ അല്ലേ? ഇത്തിരി എന്താ പറയാ അധികം കാണാത്തൊരു കളറാണല്ലേ? ഓക്കെ ഓക്കെ, വെളിച്ചത്തിന്റെ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് ഇതായിട്ടുള്ളൂ. അടിയിലാണല്ലേ ചോപ്പ് വന്നതാണ്? ഓക്കെ, നമുക്ക് അടുത്ത വേണ കാണാം. ഓക്കെ, ഞാൻ എന്തായാലും വോയിസ് ഓവർ കൊടുക്കാം. അതല്ലേ ഇതിന്റെ ഉള്ളിലായോണ്ടാണ് കിട്ടാത്തത്. ഇല്ല, കാണാണ്ട്. സെറ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇത് നമ്മുടെ കംബോഡിയൻ സ്ക്വിരിലാണ്. അല്ല, ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആണ് സംഭവം. കംബോഡിയൻ സ്ക്വിരില് മെയിലല്ലേ ബ്ലാക്ക്? ഇതിനെ ചേട്ടാ മെയില് ബ്ലാക്കും ഫീമെയില് റെഡ് ആണല്ലേ? നമുക്ക് ക്യാമറയിൽ കറക്റ്റ് കാണുന്നതുകൊണ്ട് മനസ്സിലാവാത്തതാണ്. അതിന്റെ ഫീമെയിൽ ഒരു ഗോൾഡൻ ടൈപ്പ് നിൽക്കുന്നതാണ്. കംബോഡിയൻ സ്ക്വിരിൽ എന്നാണ് പറയാ. ഇത് നമ്മുടെ സെബിൻ ചേട്ടൻ്റെ ഉണ്ട്, നമ്മുടെ ഫിഷിംഗ് ഫ്രീസ് സെബിൻ ചേട്ടൻ്റെ ഉണ്ട് ഈ ബേർഡ്, അല്ല ഈ ഒരു ആനിമല്. സോ ഇതും എക്സോട്ടിക് പെറ്റ്സിൽ പെട്ട സംഭവമാണല്ലേ? ഓക്കേ, അത്യാവശ്യം നല്ല എക്സോട്ടിക് കളക്ഷൻ ഉണ്ട് ഇവിടെ. അല്ലെ,
ഗൈസ് എന്നെ ചേട്ടാന്നാണ് വിളിക്കണേ. ഗൈസ് ചേട്ടാന്ന് വിളിക്കണാണ് കേക്കണേ. സോ ഗൈസ് ബേർഡ്സ് എല്ലാം നമ്മളെന്ന് പറയുമ്പോൾ താറാവ് അടക്കമുള്ള സംഭവങ്ങളുണ്ട് ഇവിടെ. താറാവാണ് കാരണം ഇതിനെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടില്ല. സോ താറാവുണ്ട് ഇങ്ങനൊരു കൂട്ടിലാക്കിയിട്ട് താറാവിന് നിർത്തിയിട്ടുണ്ട്. ആൻഡ് ഇപ്പുറത്തെ കൂടുകളിലൊക്കെ ആയിട്ട് ഫാൻഡയിൽ സംഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ എന്താ പറയുക, വീടിൻ്റെ ബാക്ക് വശം മൊത്തം ഈ ഒരു റബ്ബർ തോട്ട സംഭവം മൊത്തം ഒരു രക്ഷയില്ലാത്തൊരു സ്പേസാണ് ഇത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ രസമായിട്ട് എനിക്ക് എന്താ പറയുക ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല, അത്രയും രസമായിട്ടുള്ളൊരു സ്പേസാണ്. ഞാൻ കഴിച്ചത് ഇത് നമ്മുടെ ഫെസൻറ്റിൻ്റെ തന്നെ ഒരു സംഭവം തന്നെയാണ്. ഇവരെ പെയറാണ് ഈ നിൽക്കുന്നത്, അപ്പുറത്ത് നിൽക്കുന്നത്, കാണണ്ടോ എനിക്കറിയില്ല. സോ ഇതെല്ലാം ദിനേശേട്ടൻ്റെ കൂടുകളാണ്. ഇത് അണ്ടർഗ്രൗണ്ടാണ്. സോ ഇതിൻ്റെ മുകളിലാണ് നമ്മുടെ നേരത്തെ കണ്ട പ്രാവിൻ്റെ കൂടും ബാക്കി സംഭവങ്ങളൊക്കെ. അണ്ടർഗ്രൗണ്ട് ഭാഗത്താണിത്. സോ ഫെസൻറ്റിൻ്റെ ഒരു ടൈപ്പ് സാധനം തന്നെയാണിത്. സോ ഗൈസ് ദിനേശേട്ടൻ്റെ ഗപ്പിയുടെയും മീനിൻ്റെ സെക്ഷനാണിത്. ഇതൊന്നും വീഡിയോയിൽ ഞാൻ ഏർപ്പെടുത്തിയിട്ടില്ല. ഇതൊക്കെ എക്സ്ട്രാ ഞാൻ വെറുതെ എടുത്ത് പോകണുള്ളൂ. ഇതൊക്കെ കാണിക്കാൻ കഴിഞ്ഞാൽ നമ്മളൊരു മെഗാ സീരിയൽ തന്നെ എടുക്കേണ്ടി വരും ആയിട്ട്. സോ നിറച്ച് ഗപ്പികൾ സംഭവങ്ങളാണ് ഇവിടെ ബ്രീഡിങ്ങിനായിട്ടുള്ളത്. ആൻഡ് ഇത് മൊത്തം ഗപ്പികൾ സാധനങ്ങളാണ്. ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഗപ്പികൾ സാധനങ്ങളാണ് ഉള്ളത്. സോ ഇത് മൊത്തം നമ്മുടെ ഗപ്പിയുടെയും അങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ബ്രീഡിങ്ങിൻ്റെ സംഭവമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം ഉൾപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോ വളരെയധികം ലോങ് ആയി പോകും. ഇവിടെ നമ്മളെ ബ്രീഡിംഗ് ബോക്സസ് ഒക്കെ വെച്ച് ആൽബീനോ സംഭവങ്ങൾ എല്ലാം ഉണ്ട്. ആൽബീനോ അതുപോലെ ടെക്സിഡോ എല്ലാം ഉണ്ട്. ആൻഡ് എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഞ്ചൽ ഉണ്ട്. ഗൈസ് ഏഞ്ചൽ ഡിസ്കസ് ആണിത്. ഡിസ്കസിൻ്റെ പെയറാണെന്ന് തോന്നുന്നു. ആൻഡ് ഏഞ്ചൽ ഇവിടെ ബ്രീഡ് ചെയ്യുന്നുണ്ട്. ഏഞ്ചലുണ്ട്, വേറെ ബ്ലാക്ക് ഏഞ്ചൽ. അപ്പോൾ അതുപോലെ തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇപ്പുറത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇവിടെയുള്ള സംഭവങ്ങളാണ്. സോ ഗൈസ് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇപ്പോൾ അമ്മൂമ്മ ഞങ്ങൾക്ക് ഇവിടെ ചീര മൊത്തം പറിച്ചെന്ന് വീട്ടിലേക്കുള്ള പച്ചക്കറികൾ മൊത്തം ആയിട്ടുണ്ട് ഏകദേശം. ഇത് മൊത്തം അമ്മൂമ്മയുടെ കൃഷിയാണ്. ഇവിടെ ഉള്ള മൊത്തം അമ്മൂമ്മയുടെ കൃഷിയാണ്. ഒരുവിധം എല്ലാ ചെടികളും ഇവിടെ ഉണ്ട്. ചീര, പയറ് അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. തൊട്ടിപ്പോൾ തന്നെ ഇതൊക്കെ ഹാങ്ങിങ് പ്ലാന്റ്സ് ആണല്ലോ അമ്മൂമ്മ. ഹാങ്ങിങ് ആയിട്ടുള്ള പ്ലാന്റ്സ് സംഭവങ്ങളെല്ലാം ഉണ്ട്. ഇതിന് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് തരുന്ന ഒരു സ്പേസ് തന്നെയാണ്. അപ്പോൾ ആർക്കെങ്കിലും വന്ന് കാണണമെന്നുണ്ടെങ്കിൽ എന്തായാലും ദിനേശേട്ടൻ്റെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വിളിച്ച് വന്നു കഴിഞ്ഞാൽ ആനന്ദം പെറ്റ്സ് നിങ്ങൾക്ക് ഒരു സൂ പോലെ തന്നെ വിസിറ്റ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ് ആനന്ദം പെറ്റ്സ്. സോ ഗൈസ് അപ്പോൾ ഇത് ദിനേശേട്ടൻ്റെ വേറൊരു കോളനി കേജാണ്. അപ്പോൾ ദിനേശേട്ടൻ കുറച്ച് തിരക്കുള്ളതുകൊണ്ട് ദിനേശേട്ടൻ മാറി കാണുകൊണ്ട് എന്നോടെല്ലാം കാണിച്ചോളാൻ പറഞ്ഞു. ഇതിപ്പോൾ അത്യാവശ്യം നിങ്ങളെല്ലാവരും കണ്ട ബേർഡ്സ് തന്നെയാണ്. പിന്നെ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ മൊത്തം കൊടുക്കാനുള്ള ബേർഡ്സാണ് കിടക്കണത്. നോർവിച്ച് ക്രോപ്പർ ആയി കഴിഞ്ഞാലും സിറാസ് ആയി കഴിഞ്ഞാലും മുഗി ആയി കഴിഞ്ഞാലും എല്ലാം കൊടുക്കാനുള്ള ബേർഡ്സാണ്. അപ്പോൾ ദിനേശേട്ടൻ കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങളെല്ലാവർക്കും ഇതിൽ ഏതിനെ ബേർഡ് വേണമെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി. ബ്യൂട്ടി ഹോമർ ഉണ്ട്, ബർപ്പൻ ഉണ്ട്, മുഗി ഉണ്ട്, അങ്ങനെ എല്ലാ സംഭവങ്ങളുണ്ട്. സിറാസ് ഉണ്ട്, പൗഡർ കിടപ്പുണ്ട്, അങ്ങനെ എല്ലാ സംഭവമുണ്ട്. ഫാൻഡൈൽ അടക്കം എല്ലാ സംഭവങ്ങളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഹിപ്പി എല്ലാ ബേർഡ്സും കൊടുക്കാനുണ്ട്. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ദിനേശേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്തായാലും ബാക്കിയുള്ള സാധനങ്ങൾ കാണാം മതി. ഓക്കെ സോ ഗൈസ് അപ്പോൾ നമ്മളെ ഒരുവിധം എല്ലാ ബേർഡ്സിനെയും കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയധികം ബേർഡ്സ് സംഭവം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാത്തിനും ഞാൻ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ കാണാത്ത ഏതെങ്കിലും ബേർഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്തായാലും പുറത്തിറങ്ങി കാണിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ദിനേശേട്ടാ ഇത്രയും നല്ലൊരു വീഡിയോ തന്നതിന് വളരെയധികം ഒരു നന്ദിയുണ്ട്. വളരെയധികം നന്ദി ഞാൻ പറയുകയാണ്. കാരണം ഇത്രയധികം ഒരു ബേർഡ്സിനെ ഉള്ളൊരു സ്ഥലത്ത് നമ്മൾ വന്നിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കാനുള്ളത് അതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം. കാരണം അവരുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം, സബ്സ്ക്രൈബേഴ്സിൻ്റെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. അപ്പോൾ അവർ ഇത്രയധികം ബേർഡ്സിനെ സംഭവങ്ങളെ കാണുമ്പോൾ അവർക്ക് അത്രയും ഹാപ്പി ആവും. സോ ഇത്രയും നല്ലൊരു വീഡിയോ വന്നതിന് വളരെയധികം താങ്ക്സ് ഉണ്ട്. നമുക്ക് ഇനിയും എന്തെങ്കിലും സംഭവങ്ങൾ കാണാം, അല്ലെങ്കിൽ ഇനിയും വേറെ ഷോകളിൽ വെച്ച് കാണാം, വേറെ ബേർഡ്സ് വരാൻ നമുക്ക് അതിനെ ഷൂട്ട് ചെയ്യാൻ വരാം. സോ എന്തായാലും ദിനേശേട്ടൻ്റെ ചാനലിലെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യാൻ, എന്നിട്ട് ഇതിൻ്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളും എന്തായാലും അറിയാം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യാത്തവരല്ലോ ഒരു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും കമൻറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക. സോ അപ്പോൾ അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.